അല്ല, അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ. അങ്ങനെയൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം UDFനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. ഞാൻ നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ തലയിൽ എല്ലാ തീരുമാനവും ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു വെച്ചത്. ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ക്രെഡിറ്റും വേണ്ട. ഇപ്പോൾ തീരുമാനം എടുത്തതുകൊണ്ടാണ് ജയിച്ചതെന്നുള്ളതിൻ്റെ ക്രെഡിറ്റും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതാണ് UDFന്റെ പ്രത്യേകത എന്ന് കുറേ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കാതെ പോയി. UDFന്റെ മാറ്റം, UDF ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ ചില മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. UDF ആണ് തീരുമാനം എടുക്കുന്നത്, VD സതീശനല്ല. എന്നിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തുവാണ് അത് പറയാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും ഞാനല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ കൺവീനർ പറയണം. അത്രയേ ഉള്ളൂ. ആ UDF എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ്, അതിനെ അടിവരയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ തന്നിരിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഈ സമയത്ത്. നിങ്ങളല്ലേ എന്തായിരുന്നു കഴിഞ്ഞ കുറെ ദിവസകാലമായി ചെയ്തതെന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത്. നിങ്ങൾ എന്തായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നിങ്ങൾ ചെയ്തത് എന്തെല്ലാമായിരുന്നു എന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത്. കുറെ മാധ്യമങ്ങൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നേരത്തെ എനിക്കതിലൊന്നും ഒരു പരിഭവമില്ല. പക്ഷേ നിങ്ങൾ ഓരോന്ന് നിങ്ങൾ എന്തെല്ലാം വാർത്ത കൊടുത്തു. പാണക്കാട് തങ്ങള്, അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത LDF കൺവെൻഷന്റെ 3 ഇരട്ടി വലിയ കൺവെൻഷനായിരുന്നു UDFന്റെ കൺവെൻഷൻ. അത്ര വൈബായിരുന്നു ആ കൺവെൻഷൻ. അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി പറഞ്ഞു പാണക്കാട് തങ്ങൾ ബഹിഷ്കരിച്ചെന്നു. സാദിഖലി തങ്ങൾ ഹജ്ജിന് പോയ തങ്ങള് ബഹിഷ്കരിക്കുകയാണ്. പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞു. പാണക്കാട് കുടുംബം UDF കൺവെൻഷൻ ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ കുഞ്ഞ് ആ വേദിയിലുണ്ടാവോ? നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഏതെല്ലാം തരത്തിൽ ചെയ്തു. പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണയായിരുന്നു. എനിക്ക് ഒരു വിരോധമില്ല. പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ലൈബ്രറി പോയിരുന്നിട്ട്, നിങ്ങളല്ല ഇത് ചെയ്യിപ്പിച്ച ആളല്ലേ, അതൊന്ന് റെക്കോർഡിട്ട് കാണണം. ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കണ്ട. കാരണം പാലക്കാടും അവരിത് തന്നെയായിരുന്നു. പോളിംഗ് കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു. ഇതെല്ലാം തന്നെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അല്ല, കുറെ ആള്. അത് നല്ലതല്ല. കേരളത്തിലൊരു അതല്ല, യാഥാർത്ഥ്യത്തിനും വളരെ അകലെയായിരുന്നു. വിശകലനങ്ങള്, ചർച്ചകള് എല്ലാം വേറെ അകലമായിരുന്നു. എല്ലാവരും കാത്തിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയായിരുന്നു. അല്ല, പറഞ്ഞല്ലോ. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി UDFന്റെ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. VD സതീശനായിട്ട് ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കില്ല. എനിക്ക് അതിനുള്ള അനുവാദമില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ അത് ഞാൻ കളയേയില്ല. കൂടിയാലോചനകളാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും മറന്നുപോകുന്നു. എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെ അത് റോളുണ്ട്. നിങ്ങളതൊന്നും നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത്. അവരപ്പം തന്നെ അപ്രൂവ് ചെയ്തിങ്ങ് തന്നു. അതിന് എന്തെല്ലാം പഴി കേട്ടു അതിന്. ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണ്. പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും UDF നേതൃത്വത്തിന്റെ തീരുമാനമാണ്. ചർച്ചകൾ നടത്തിയ അല്ല, അതന്നെ ഞാൻ പറഞ്ഞല്ലോ. ജയിച്ചല്ലോ, മറ്റേനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. അല്ല, ഞാൻ ഇന്ന് പലരും കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നും പറയും, ടീം UDF അവരെന്നെ പോലും വിസ്മയിപ്പിച്ചു കളഞ്ഞു. ടീം UDF അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ്. ടീം UDF നിങ്ങളിനി പറഞ്ഞോ, നിങ്ങൾ വെറും UDF എന്ന് പറയണ്ട, ടീം UDF എന്ന് പറയാൻ പാടുള്ളൂ.
ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ രണ്ട് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. നിലമ്പൂർ വിജയത്തെ UDF ഇനി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ അവിടുത്തെ സംഘടനാപരമായ കൃത്യത, സർജിക്കൽ പ്രിസിഷനായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ. വരച്ച് വെച്ച പോലെയാണ് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിച്ചത്. ഞങ്ങൾ എടുത്ത തീരുമാനം, UDF നേതൃത്വം എടുത്ത തീരുമാനം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും അത് ചെയ്തു. ഞങ്ങൾക്ക് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടനാ വൈഭവവും പാടവവും UDFനുണ്ട് എന്നാണ് തെളിയിച്ചത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിച്ചു തരാം. ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വാക്കെന്താ, ഗവൺമെന്റിനെ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. വെറുപ്പ് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഞങ്ങൾക്ക് കുടുംബയോഗങ്ങളിൽ പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴും ചായ കഴിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കത് ബോധ്യമായി. അത്രയും വെറുപ്പാണ് ഈ സർക്കാരിനോട് വെറുക്കുന്നു, അത്രമാത്രം. അവരുടെ ജനജീവിതം താറുമാറായി. എല്ലാ വീട്ടിലും ഈ സർക്കാരിനോട് ദേഷ്യമുള്ള, അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരയായ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ട്. അതാണ്, അവരെല്ലാവരും കൂടിയാണ്. അവരുടെ പ്രതിഷേധത്തിന്റെ അമർഷത്തിന്റെയും കൂടി വോട്ടാണ്. നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നേ. നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത്, എന്തെല്ലാമാണ് തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞത്. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങളെന്ന് പറഞ്ഞ വാക്കെന്താ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് അവിടെ ഉണ്ടാവുന്നവർ പറഞ്ഞ ഓർമ്മയുണ്ട. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുമ്മ നോ ബഡി ക്യാൻ ടച്ച് ഇറ്റ്. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് മത്സരിച്ചത്. രാഷ്ട്രീയ യുദ്ധമായിരുന്നു. LDF UDF തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധമായിരുന്നു. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്, അവസാനത്തെ കണക്കെടുത്ത് നോക്ക്. അല്ല, നോക്ക്, നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യും. തീരുമാനങ്ങൾ ശരിയായിരുന്നോ, UDFന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് കണക്കെടുത്ത് നോക്കുന്നത്. എവിടെ കഴിഞ്ഞ 4 വർഷം പൊട്ടിപ്പൊളിഞ്ഞതിന്റെ ഒരു കണക്ക് പറ, എപ്പോഴാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. ഇങ്ങനെ കാഷ്വലായിട്ട് അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. എവിടെയായിരുന്നു അസ്വസ്ഥത ഉണ്ടായിരുന്നത്? അതാരും പറഞ്ഞില്ലല്ലോ. ഇടതുമുന്നണിയിൽ പാർട്ടി സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലേ? മുഖ്യമന്ത്രി വേറൊരു അഭിപ്രായം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. CPI വേറെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളത് ആഘോഷിച്ചില്ല. കാരണം നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നിങ്ങൾ UDFലെ വച്ചിരിക്കുകയാണ്. പാവങ്ങളായ ഞങ്ങൾ സ്നേഹത്തോടുകൂടി പോയത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇപ്പോഴും പറ്റണില്ല. അല്ല, ഇപ്പോഴും കാണാൻ പറ്റണില്ല നിങ്ങൾക്ക്. എന്നിട്ട് UDF ഇനി എങ്ങനെ പോവാന്നാണ് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടാണ് UDFലോ കോൺഗ്രസിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. ഞങ്ങൾക്ക് വിഷമമുണ്ടായി ആ സമയത്ത്. കാരണം ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടായിരുന്നില്ല, അല്ലേ? പിന്നെ നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല BJP സ്ഥാനാർത്ഥി എങ്ങനെ വന്നു, എന്തായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് BJPയും CPMും കൂടി ആദ്യം പ്ലാൻ ചെയ്തത് BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന്റെ പുറകിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. UDFന്റെ വോട്ട് കുറച്ച് ഭിന്നിപ്പിക്കാൻ പറ്റും. BJPയുടെ ഒരു കോർ വോട്ട് ഉണ്ടല്ലോ, BJPക്ക് കിട്ടുന്ന വോട്ട് എന്താ, ഏതാ കോർ വോട്ട്, അത് CPMനും കിട്ടും. അതായത് കാൽക്കുലേഷൻ, അല്ലേ? ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ അൺഹോളി നെക്സസ് ഉണ്ട്. അവിഹിതമായൊരു ബാന്ധവം കേരളത്തിലെ BJPയും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിലുണ്ട്. അല്ല, നിങ്ങൾ വിചാരിച്ചോ? അത് ഞാൻ പറഞ്ഞല്ലോ. വർഷങ്ങൾ മുമ്പ് ഒരു പ്രണയത്തിൽ നിന്ന് അകന്നുപോയ പ്രണയിനി പ്രണയാർദ്രമായ ഒരു അപേക്ഷയും ഒരു ഓർമ്മപ്പെടുത്തലും അതിനകത്ത് തലേദിവസം നടത്തിയത്. സാധനം പാളിപ്പോയി, അത് വേറെ കാര്യം. സാധനം പാളിപ്പോയി, സാധനം കൈവിട്ടുപോയി. പക്ഷെ വെറുതെ അല്ല അത് പറഞ്ഞത്. വെറുതെ ഒന്നും പറയുന്ന ആളൊന്നും അല്ലല്ലോ അവരൊന്നും. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. പല കണക്കിലാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അന്നും പറയണ്ടായിരുന്നു. ഞങ്ങളിതൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് വന്നാലും
ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പറ്റില്ല. ആര് വിചാരിച്ചാലും പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം നേടിയത്. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. ഞങ്ങള് ടീം UDF, ഞാൻ അത് പറഞ്ഞാൽ മതി. ടീം UDF, മനസ്സിലായില്ലേ? ടീം UDF. അത് പറയാൻ എന്താ മടി? ഞാനതിന് കുറ്റപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിഹസിക്കുകയോ അല്ല അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയാനില്ല. അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു. അതൊന്നും ശരിയല്ല. ഒരിക്കലും ആവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ 20 സീറ്റിൽ 18 സീറ്റ് കിട്ടിയല്ലോ പാർലമെന്റ് ഇലക്ഷനിൽ. അപ്പൊ അന്ന് മാറ്റിക്കളഞ്ഞേക്കാണ് പറഞ്ഞേക്കണത്. ആ ഭൂരിപക്ഷം ടെൻഷനാകണ്ടെന്ന് പറഞ്ഞു. ഈ ഇലക്ഷൻ ഞാൻ പറഞ്ഞ ഇന്ധനമാണ്, മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമാണ്. കേരളത്തെ റെപ്രസെന്റ് ചെയ്താണ് നിലമ്പൂര് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്ത് ജനങ്ങൾ പങ്കെടുത്ത്. അപ്പൊ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് 1-2 തെരഞ്ഞെടുപ്പ് അല്ലല്ലോ. ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് UDF പുറയിലേക്ക് പോയത്? ഏത് 10-15 നടന്നല്ലേ? 10-15 ഗ്രൂപ്പായിട്ട് 15 പ്രാവശ്യമായിട്ട് ഗ്രൂപ്പായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് നടന്നു. ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിന്റെ സീറ്റിന്റെ പുറകെ പോയോ? എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ പ്രാവശ്യം നേടിയതിന്റെ മിക്കവാറും ഇരട്ടിയിലധികം സീറ്റാണ് മിക്കവാറും ഇലക്ഷനിൽ വാങ്ങിച്ചത്. എല്ലാ ഇലക്ഷനും, കേരളം കണ്ട എല്ലാ ഇലക്ഷനും, ഇൻക്ലൂഡിങ് പാർലമെന്റ് ഇലക്ഷൻ. പാർലമെന്റ് ഇലക്ഷൻ 2019 പാർലമെന്റ് ഇലക്ഷനേക്കാൾ വളരെയധികം ഭൂരിപക്ഷം പല സീറ്റുകളിലും ഭയങ്കരമായി വർദ്ധിച്ചു. അത്രേ ഉള്ളൂ. അതൊക്കെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അപ്പൊ തീർച്ചയായും അതിനെ വിലക്കെടുത്തിട്ട് കൂടുതൽ ഉത്തരവാദിത്ത ബോധം, ഞാൻ എന്താ പറഞ്ഞത്, ഞങ്ങളെ ഈ വിജയം ഉന്മത്തരാക്കുകയല്ല, ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റുന്നു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കൂടുതൽ അച്ചടക്കത്തോടുകൂടി കൂടുതൽ ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് UDF തയ്യാറാക്കുക എന്ന് തന്നെയാണ്.